നമസ്കാരം. നമ്മുടെ രാജ്യം വ്യാവസായികമായ ഒരു വളർച്ചയുടെ പാതയിലാണ്. 2014 മോദി സർക്കാർ അധികാരമേറ്റപ്പോൾ 10ാം സ്ഥാനത്തായിരുന്ന നമ്മുടെ GDP ഇന്ന് 4ാം സ്ഥാനത്തേക്ക് ഏകദേശം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖരായ പല രാഷ്ട്രങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ പിന്നിൽ പോയി എന്നുള്ളതാണ്, അത് ബ്രിട്ടൻ ഉൾപ്പെടെ. അത് ദ്യോതിപ്പിക്കുന്നത് വ്യാവസായിക വളർച്ചയുടെ പാതയിൽ തന്നെയാണ് നമ്മുടെ രാജ്യം എന്നുള്ളതാണ്. ഈ അടുത്തിടയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മന്ത്രിസഭാ യോഗത്തിൽ പാസാക്കിയ ഒരു തീരുമാനം 28,000 കോടി രൂപ രാജ്യത്തിലെ 8 ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾക്ക് നൽകണമെന്നും അവിടെ 12 സ്മാർട്ട് ഗ്രീൻഫീൽഡ് സിറ്റികൾ സ്ഥാപിക്കണമെന്നുമാണ്. അതിൻ്റെ അർത്ഥം 28,000 കോടി രൂപ നിക്ഷേപിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ആ സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കുവാൻ വേണ്ടി ഇത്രയും തുക കേന്ദ്ര ഗവൺമെൻറ് ചെലവഴിക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ്. 9,30,800 പേർക്ക് ജോലി സാധ്യതകൾ ഉണ്ടാക്കുന്ന വളരെ വലിയൊരു പ്രൊജക്റ്റിലേക്കാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തിൻ്റെ പങ്ക് എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കും, ചിന്തിക്കും. എന്തുകൊണ്ടെന്നാൽ വ്യാവസായികപരമായി വളരെ പിറകിൽ നിൽക്കുന്ന നമ്മുടെ ഈ സംസ്ഥാനം, വളരെയധികം സാധ്യതകൾ ഉണ്ടായിരുന്ന ഈ സംസ്ഥാനത്ത് എങ്ങനെയാണ് വ്യാവസായികപരമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നും തൊഴിൽ സാധ്യതകൾക്ക് വേണ്ടിയും ഇല്ലെങ്കിൽ സാമ്പത്തികമായ വളർച്ചയ്ക്ക് വേണ്ടിയും നമ്മുടെ സംസ്ഥാനത്തിന് എന്ത് ഇതിൽ നിന്നും ലഭ്യമാവും എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉയരുമ്പോൾ കൃത്യമായി പ്രധാനമന്ത്രി തന്നെ പറയുന്നു, പാലക്കാട് കഞ്ചിക്കോടിനടുത്ത് കൊച്ചി സേലം ബൈപ്പാസിൻ്റെ അടുത്ത് തന്നെയായിട്ട് വലിയ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് വരാൻ പോകുന്നു എന്നുള്ള വളരെ ശുഭകരമായ ഒരു വാർത്തയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. കേരളത്തിൽ അങ്ങനെ വരുന്ന ഒരു പാർക്കിൽ ഏതാണ്ട് 8,500 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകൾ എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ. 3,806 കോടി രൂപയാണ് ഈ പാർക്കിന് വേണ്ടി കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. അതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് 51,000 തൊഴിൽ സാധ്യതകളാണ്. ഇത് വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 51,000 തൊഴിൽ സാധ്യതകളെ സംബന്ധിച്ചിടത്തോളം നിരവധി പേർക്ക് ജോലി കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, സാമ്പത്തികമായി തളർന്നിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരുമാനം കൂടി വരുന്നു എന്നുള്ള ഒരു ശുഭകരമായ ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ കാതലായ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതും വളരെ ശുഭകരമാണ്. പക്ഷേ ഇത് വേണ്ടത്ര കൃത്യതയോടെ വിനിയോഗിക്കുവാൻ നമുക്ക് കഴിയണം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ അത് തൊഴിലാളികൾക്ക് വേണ്ട രീതിയിൽ തന്നെ സമരങ്ങളും മറ്റ് പ്രക്ഷോഭങ്ങളും ഒന്നുമില്ലാതെ തന്നെ അതൊരു പ്രൊഡക്റ്റീവ് മാനേജ്മെൻറ്റ് രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറണം. പല വ്യവസായികളും നമ്മുടെ സംസ്ഥാനത്തു നിന്നും ഒഴിഞ്ഞു പോകുന്നത് ഒരു ഫീസിബിലിറ്റി ഇല്ലായ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇവിടെ കേരളത്തിൽ വ്യവസായം ചെയ്യുവാനുള്ള ഒരു സൗകര്യം കൃത്യമായും ഇല്ല എന്ന് ആരോപണത്തിലൂടെയാണ് പല വൻ വ്യവസായികളും ഇവിടെ വിട്ടുപോകുന്നത്. സമരപരിപാടികളും യൂണിയനുകളും തളർത്തുന്ന കേരളത്തിൻ്റെ ഈ സ്ഥിതി മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുൻകൈയെടുത്ത് വന്നിരിക്കുകയാണ്. ആ മുൻകൈയെടുത്തത് 3,800 ചില്ലാൻ കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട്, പാലക്കാട് മുതൽ മുടക്കിക്കൊണ്ട് വ്യാവസായിക പാർക്ക് നിർണ്ണയിക്കുമ്പോൾ അവിടെ ലഭിക്കാൻ പോകുന്നത് തൊഴിൽ സാധ്യതകളാണ്, സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള വലിയൊരു മുന്നേറ്റമാണ്. മാത്രമല്ല ഒരു സുസ്ഥിരമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിക്ക് കൂടി ഇത് നമ്മളെ സഹായിക്കുമെന്നുള്ള ഒരു കാര്യം അത് കേരളം മനസ്സിലാക്കണം എന്ന ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. വ്യാവസായികമായി മുന്നോട്ട് പോകാനല്ലാതെ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരം കേരളം മുതലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജയ് ഹിന്ദ്.